കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. 16:9 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് നമുക്ക് വേണ്ടത്. ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും പ്രോജക്റ്റിലേക്ക് വേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഇമേജ് ഇവിടെ നിന്നും സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ഇമേജിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിനായി ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഒറിജിനൽ ലെയറിൽ നിന്നും കുറച്ചു ദൂരം മുന്നോട്ട് കൊണ്ടുവന്ന് ഈ രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. വീണ്ടും ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ആൽഫ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ ഒപ്പാസിറ്റി നിങ്ങൾക്ക് വേണ്ട ലെവലിലേക്ക് കുറച്ചു വെക്കുക. ടെംപ്ലേറ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. ഹ്യൂ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെംപ്ലേറ്റ് ലെയറിന്റെ കളർ ഇമേജ് ലെയറിന്റെ കളറിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള സ്മോക്ക് എഫക്റ്റിന് വേണ്ടി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും സ്റ്റിക്കേഴ്സിൻ്റെതായ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻസിൽ നിന്നും സ്പെഷ്യൽ എഫക്ട്സ് സെലക്ട് ചെയ്യുക. മിസ്റ്റീരിയസ് ഫോഗ് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ കൈൻമാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും മിസ്റ്റീരിയസ് ഫോഗ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള 4 ഫോഗ് എഫക്റ്റുകൾ ലഭ്യമാണ്. ഇവിടെ നമുക്ക് 4ാമത്തെ ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. ഈ ലെയർ സ്ക്രീനിന്റെ താഴെയായി കൊണ്ടുവന്ന് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വിഷ്വൽ ലെറ്ററിംഗ് ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ ലെയർ ഇവിടെ നിന്നും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലായി കൊണ്ടുവന്ന് വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ കുറച്ചു ദൂരം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട അളവിലേക്ക് മാത്രമായി ട്രിം ചെയ്ത് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.